ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 137. നമ്മളിന്ന് മണ്ഡലം 1 സൂക്തം 79 ആണ് നോക്കുന്നത്. അതിലെ ദേവത അഗ്നിയാണ്. അഗ്നി എന്ന് പറയുമ്പോൾ ഊർജമായിട്ടെല്ലാം കാണണം. അതായത് ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, പ്രകാശോർജം, കാന്തികോർജം, മാഗ്നറ്റിക് എനർജി, മെക്കാനിക്കൽ ഫിസിക്കൽ എനർജി, ഇലയും ഫലങ്ങൾ, ഇതെല്ലാം ഊർജത്തിൽ പെടണം. അപ്പോൾ നമുക്ക് ഓരോ മന്ത്രങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ മന്ത്രം നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 79-1. ഋഷി ഗൗതമൻ, ദേവത അഗ്നി, ഛന്ദസ് തൃഷ്ടുപ്പ്. ഹിരണ്യകേശോ രജസോ വിസാരേഹിർ ധുനിർവാദ ഇവ ത്രജീമാൻ ശുചിഭ്രാജ ഉഷസോ ന വേദ യശസ്വതീർ അപസ്യവോ ന സത്യാഹ. അഗ്നി ഫണം വിരിച്ചാടുന്ന സർപ്പത്തിന് തുല്യം, സുവർണ കോശത്തോടു കൂടിയവനും വായുവിന് തുല്യം വേഗവാനും ഉഷസിൻ്റെ ജ്ഞാതാവുമാണ്. അദ്ദേഹം കർത്തവ്യ നിരതയായ മഹിളയ്ക്ക് തുല്യം ശോഭിതനും ആണ്. ഇതിലെ ഫണം പിരിച്ചാടുന്ന സർപ്പത്തിന് തുല്യം. സർപ്പം ഫണം പിടിച്ച് ഇങ്ങനെ ആടുന്നത് പോലെ അഗ്നി എന്തായിരിക്കും? കത്തിച്ച ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ ജ്വാല നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ സർപ്പം പോലെ ആടുന്നതാണ്. പക്ഷെ ഏകദേശം സർപ്പത്തിൻ്റെ രൂപം തന്നെയാണ്, ആ തലയുടെ രൂപം തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ആ അഗ്നിയിൽ ചില രൂപങ്ങളെല്ലാം കാണും. വെളിച്ചത്തിൻ്റെ ഇന്ത്യൻ അളവിന് വ്യത്യാസമുണ്ട്. അതൊരു സർപ്പത്തിൻ്റെ അകത്തുള്ള മാതിരി തന്നെ തോന്നും. അതുകൊണ്ടാണ് സർപ്പം പണം പിടിച്ചാടുന്ന പോലെയുള്ള അഗ്നി എന്ന് പറഞ്ഞപ്പോൾ അത് ജ്വാലയാണ്, കത്തുന്ന അഗ്നിയാണ്. അത് സുവർണകോശത്തോടു കൂടിയാണ്. അതിന് ഒരു സുവർണ നിറമുണ്ട്. വായുവിന് തുല്യം വേഗവാനാണ്. വായുവിന് തുല്യം വേഗം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, വേഗത്തിൽ ഈ അഗ്നി സഞ്ചരിക്കില്ല. പക്ഷെ ഏതെല്ലാം സഞ്ചരിക്കും? പ്രകാശോർജം സഞ്ചരിക്കും, സൗണ്ട് എനർജി സഞ്ചരിക്കും, മാഗ്നറ്റിക് എനർജി അല്ലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് സഞ്ചരിക്കും. പിന്നെയോ ഉഷത്തിൻ്റെ ജ്ഞാതാവുമാണ്. ഉഷസ്സിൻ്റെ ജ്ഞാതാവ്, ഉഷസ് എന്ന് പറയുമ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോഴുള്ള പ്രകാശത്തെയാണ് ഉഷസ് എന്ന് പറയുന്നത്. അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെന്തുണ്ട്? പ്രകാശോർജമുണ്ട്, ചൂടുണ്ട്, അൾട്രാ വയലറ്റ് റേസ് വരുന്നുണ്ട്. അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ എല്ലാം പരിധിയിൽ വരുന്നതാണ് ഇതെല്ലാം. നിറം തന്നെ എന്തെല്ലാം ഉണ്ട്? 7 നിറങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പം അതെല്ലാം അടങ്ങിയിരിക്കുന്നത് അതിൽ. അപ്പം കത്തുന്ന വെളിച്ചം മാത്രമല്ല, ഉഷസ്സിലാകുമ്പോൾ കത്തുന്ന ആ ഒരു ഫ്ലെയിം മാത്രമല്ല ഇത്, അത് കത്തലാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സൂര്യൻ്റെ ഉഷസ്സിൻ്റെ എന്ന് പറയുമ്പോൾ വെളിച്ചത്തിന് പ്രാധാന്യം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെല്ലാണ് പ്രാധാന്യം. അതേസമയം അതിൻ്റെ അകത്തൊന്നും അതിൻ്റേതായ ചൂടും വരുന്നുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ അഗ്നി നല്ല ആക്റ്റീവായ മഹിളകൾക്ക് തുല്യം ശോഭിതമാണ്. അപ്പം നല്ല ആക്റ്റീവായ ഒരു സ്ത്രീ, ഒരു വീട്ടിൻ്റെ അല്ലെ ഓഫീസിലെല്ലാം കാര്യങ്ങൾ നോക്കി നടക്കുന്ന ആക്റ്റീവായ ഒരു സ്ത്രീക്ക് തുല്യമാണ്. സൗന്ദര്യത്തിൽ തുല്യമാണ്. സൗന്ദര്യം അതേപോലെ തന്നെ വളരെ ആക്റ്റീവുമാണ്. എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന മാതിരിയാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 79-2. ആദേ സുവർണ അമിനന്ദമേവൈ കൃഷ്ണോ നോനാവ വൃഷഭോ യദീദം ശിവാഭിർന സ്മയമാനിഭിർ ആഗാത്പദന്തി മിഹ സ്തനയന്തി അഭ്രാം. കരിമുകിൽ രൂപരായ വൃഷഭങ്ങളുടെ ഗർജനത്തിന് സമാനം
പക്ഷയുക്തമായ അഗ്നിയുടെ പ്രകാശം വ്യാപ്തമായിരിക്കുന്നു. അപ്പോൾ മംഗളകാരുണിയായ വൃഷ്ടി പുഞ്ചിരിച്ചെന്നതുപോലെ വർഷിക്കുവാൻ തുടങ്ങുകയും മേഘങ്ങളിലൂടെ അഗ്നി ഗർജിക്കുകയും ചെയ്തു. അഗ്നി കറുത്ത മേഘത്തിന് സമാനമെന്ന് പറയുകയാണ്, ഗർജിക്കും എന്ന് പറയുകയാണ്. അപ്പൊ അത് എവിടെയുള്ളതാണ്? ഈ സാധാരണ കത്തുന്ന വെളിച്ചമല്ല, മേഘത്തിലേതാണ്. അത് വൈദ്യുതി ഊർജം. അപ്പൊ അഗ്നിയുടെ വേറെ രൂപം വൈദ്യുതി. കറുത്ത മേഘം, അത് ഗർജിക്കും. മേഘം എന്തായിരിക്കും? ഇടിമിന്നലിലൂടെയാണ് ഗർജിക്കുന്നത്, ഇടിയിലൂടെ. അപ്പൊ അവിടെ ഉണ്ടാകുന്നത് എന്തഗ്നിയാണ്? വൈദ്യുതി ഊർജമാണ്. അപ്പോൾ കറുത്ത് വൃഷഭത്തെ പോലെ ഗർജിക്കും, പ്രകാശം എല്ലായിടത്തും വ്യാപിക്കും. അപ്പൊ ഇതിലൂടെ എന്ത് വരുന്നുണ്ട്? ആ വൈദ്യുതോർജത്തിൽ നിന്ന് പ്രകാശവും മിന്നലായിട്ട് എല്ലായിടത്തും വ്യാപിക്കുന്നുണ്ട്. അപ്പൊ അത് വൈദ്യുതിയെ പറ്റിയുള്ള പരാമർശമാണ്, അഗ്നിയുടെ വേറൊരു രൂപമാണ്. അപ്പൊ മംഗളകാരിയായ വൃഷ്ടി ഇങ്ങനെ പ്രവഹിക്കുന്നു പറയാണ്. വൃഷ്ടി എന്ന് പറഞ്ഞാൽ മഴ പെയ്യുക. അപ്പൊ ഏതിന്റെ കാര്യമാണ് പറയുന്നത്? ഇടിയും മിന്നലും ഉണ്ടായിട്ട് മഴ പെയ്യിപ്പിക്കുന്ന ആ അഗ്നിയാണ്. ആ അഗ്നി എന്ന് പറഞ്ഞത് വൈദ്യുതോർജാണ്. അപ്പൊ അത് മഴയെ വർഷിക്കും, മേഘങ്ങളുടെ ഇടയിൽ അത് ഗർജിക്കും. ഏത്? ഇടിമിന്നലായിട്ട് വൈദ്യുത ഊർജം. അപ്പൊ ലൈറ്റിന് ഏതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കത്തുന്നത് പറഞ്ഞു, ആകാശത്തിലെ പ്രകാശ രൂപം പറഞ്ഞു. അതിൽ തന്നെ എന്തുണ്ട്? പ്രകാശം എന്ന് പറഞ്ഞാൽ പല നിറങ്ങളുണ്ട്, അതിൽ വേവ് ലെങ്ത് വ്യത്യാസമുണ്ട്, അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് മാതിരിയുള്ളത് എന്ന് പറഞ്ഞു. ഇപ്പം മേഘത്തിൻ്റെ പറയുമ്പോൾ വൈദ്യുതോർജത്തിൻ്റെ കാര്യവും പറഞ്ഞു. ഇനി നമുക്ക് 3ലേക്ക്. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 79 3. യദീം ഇർദസ്യ പയസാപിയാനോ നയന ഇർദസ്യ പതിഭീരജിഷ്ഠൈഃ അര്യമാമിത്രോ വരുണ പരിജ്മാ ത്വജം പുഞ്ചന്തി ഉ പരസ്യ യോനൗ. യജ്ഞഹവ്യത്താൽ വൃദ്ധി പ്രാപിച്ച അഗ്നി സരളമാർഗത്തിൽ കൂടി ദേവഗണത്തെ യജ്ഞത്തിൽ എത്തിക്കുന്നു. അപ്പോൾ അര്യമ, വരുണൻ, മരുത്ത് എന്നിവർ ദിക്കുകളിൽ മേഘങ്ങളെ ഏകീകരിക്കുന്നു. യജ്ഞത്തിൽ അർപ്പിക്കുന്ന ഹവ്യത്താൽ വൃദ്ധി പ്രാപിച്ചിട്ട് അഗ്നി എന്ത് ചെയ്യും? എളുപ്പമാർഗത്തിൽ കൂടി ദേവഗണങ്ങളെ യജ്ഞത്തിലേക്ക് എത്തിക്കുന്നു. നമ്മൾ ഹവിസ്സുകൾ ആർക്കാണ് നൽകുക? അഗ്നിക്കാണ് നൽകുക. അതാണ് ദേവഗണങ്ങളെ യോജിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് ചോറ് വെക്കുമ്പോൾ നമ്മൾ നൽകുന്ന ഹവിസ്സുകൾ ഏതെല്ലാമാണ്? ചോറുണ്ടാക്കാൻ വേണ്ടി നൽകുന്ന ഹവിസ്സുകൾ വെള്ളവും അരിയുമാണ്. എന്നിട്ട് അടിയിൽ അഗ്നിയും കൊടുക്കും. അഗ്നിക്കാണ് അത് ഏൽപ്പിക്കുന്നത്. അപ്പൊ അഗ്നി ദേവതകളെ തമ്മിലെല്ലാം യജ്ഞത്തിൽ യോജിപ്പിക്കും. എന്നിട്ട് അതാണത് ചോറാക്കി മാറ്റുന്നത്. അതാണ് യജ്ഞത്തിലേക്ക് ഇതിനെയെല്ലാം വലിച്ചടുപ്പിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ അഗ്നിയാണ് യജ്ഞത്തിൽ അവയെ തമ്മിൽ വലിച്ചടുപ്പിച്ചിട്ട് അരി എന്താക്കും? ചോറാക്കി മാറ്റും. അപ്പോൾ അതുപോലെ തന്നെ മേഘത്തിലാണെങ്കിലും നേരത്തെ പറഞ്ഞ മഴയുടെ കാര്യത്തിലാണെങ്കിലും അവിടുത്തെ ഹവിസ് എന്തെല്ലാമാണ്? മേഘങ്ങളാണ്, ചാർജുള്ള മേഘങ്ങളാണ്. പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജുള്ള മേഘങ്ങളാണ്. ആ മേഘങ്ങളെ അടുപ്പിക്കുമ്പോഴാണ് ഈ വൈദ്യുതി ഉണ്ടാകുന്നത്. ആ വൈദ്യുതിയാണ് അവരെ തമ്മിൽ, ആ ദേവതകളെ തമ്മിൽ, പോസിറ്റീവ് ചാർജുള്ള നെഗറ്റീവ് ചാർജുള്ള മേഘങ്ങളെ, അത് ദേവതകളാണ്, പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതകളാണ്, അവയെ ഒന്നിപ്പിച്ചു. എന്നിട്ടാണ് മഴ രൂപത്തിലാക്കി. അത് വേറൊരു ദേവതയാണ്, ജലദേവതയാണ്, അതായിട്ട് വർഷിക്കുന്നത്. അപ്പൊ ഇവയെല്ലാം യോജിപ്പിക്കുന്നത്, ദേവതകളെ യോജിപ്പിക്കുന്നത്
അഗ്നിയാണ്. ഹവിസ് അർപ്പിക്കുമ്പോൾ അവിടെ അർപ്പിച്ച ഹവിസുകൾ ചാർജുള്ള മേഘങ്ങളാണ്. അപ്പോഴാണ് അത് വൃദ്ധി പ്രാപിക്കുന്നത്. അപ്പോൾ ആര്യമാവും വരുണനും മരുത്തുക്കളുമെല്ലാം മേഘങ്ങളെ ഏകീകരിക്കും എന്ന് പറയുകയാണ്. ഈ മേഘങ്ങളെല്ലാം ഒന്നാക്കാൻ സഹായിക്കുന്ന മറ്റു ചില ഘടകങ്ങളെ പറ്റി പറയുകയാണ്. അത് സൂര്യനാണ്, വരുണനാണ്, മരുത്തുക്കളാണ്. സൂര്യൻ എന്ന് പറയുമ്പോൾ വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് രാശിചക്രത്തിൽ സൂര്യൻ വരുമ്പോൾ ഓർബിറ്റിലോട്ട് ഭൂമി ചലിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഓർബിറ്റിൽ പ്രത്യേക സ്ഥാനത്ത് വരുമ്പോൾ ആ സ്ഥാനത്തിനാണ് നമ്മൾ കർക്കിടക മാസം എന്ന് പറയുന്നത്, തുലാവർഷം എന്നെല്ലാം പറയുന്നത്. ആ മാസങ്ങളിലാണ് ആ സൂര്യൻ ആ സ്ഥാനങ്ങളിൽ വരുമ്പോഴാണ് രാശിചക്രത്തിൽ മഴ പെയ്യുന്നത്. പിന്നെ എന്തുണ്ട്? അപ്പോൾ ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഭ്രമണപഥമായിട്ട് അല്ലെങ്കിൽ രാശിചക്രത്തിൽ ഇന്ന സ്ഥലത്ത് വരുമ്പോൾ, ഇന്ന രാശിയിൽ വരുമ്പോൾ, അതെല്ലാം ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ എന്തുണ്ട്? മരുത്തുക്കളുണ്ട്. മരുത്തുക്കൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം 49 മരുത്തുക്കൾ കൂടിയതാണ് ഈ പ്രപഞ്ചം. അങ്ങനെയുള്ള ഒരു മരുത്തിലാണ് നമ്മളുള്ളത്. നമ്മളെ സൂര്യനും ഭൂമിയെല്ലാം ഉള്ളത്. അങ്ങനെ എത്രയോ സൂര്യന്മാർ ഒരു മരുത്തിലുണ്ട്. അങ്ങനെ 49 മരുത്ത് കൂടിയതാണ് ഈ പ്രപഞ്ചം. അപ്പം ഈ മരുത്തുക്കൾ ഇങ്ങനെ ചലിക്കുന്നുണ്ട്. അത് പ്രത്യേക സ്ഥലത്ത് വരുമ്പോഴാണ് മേഘങ്ങളെ തമ്മിൽ യോജിപ്പിച്ചിട്ട് മഴ പെയ്യിപ്പിക്കുന്നത്. അപ്പം ഏത് യജ്ഞമാണെങ്കിലും അതെല്ലാം കാലവുമായി സൂര്യനുമായിട്ടെല്ലാം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇവിടെ മഴയുടെ കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി 4 ഋഗ്വേദം മണ്ഡലം 1 സൂക്ത 79 4 അഗ്നേ വാജസ്വ ഗോമത ഈശാനാസഹസോ യഹോ അസ്മേധേകി ജാതവേദോ മഹിഷ്രവ. അഖില ജീവജാലങ്ങളുടെയും ജ്ഞാതാവായ അഗ്നി ഗോക്കൾ മുതലായ സമ്പത്തുകളുടെ ഉടയവനും ഞങ്ങളെ യശസ്വികൾ ആക്കുന്നവനും ആണ്. ബലപുത്രനായ അഗ്നി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ബലം പ്രയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ്? ഒരസിയിട്ട് കല്ലൊരസി അഗ്നി ഉണ്ടാവും. അല്ലെ അരണി എടുത്തിട്ട് കടഞ്ഞാൽ അവിടെ ഒരസിയാണ് ചെയ്യുന്നത്, അപ്പോഴും അഗ്നി ഉണ്ടാവും. തീപ്പെട്ടി ഒരസുമ്പോഴും കത്തി. അതെല്ലാം സാധാരണ അഗ്നി ബലം പ്രയോഗിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ബലപുത്രൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, മരങ്ങൾ കൂട്ടി ഒരസുമ്പോഴാണ് കാട്ടുതീ ഉണ്ടാകുന്നത്. അപ്പം ബലപുത്രനായ അഗ്നി അഖില ജീവജാലങ്ങളുടെയും ജ്ഞാതാവാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ജ്ഞാതാവാണ്. കാരണം എന്തുണ്ടാണ്ടെങ്കിലും അഗ്നിയിലൂടെയാണ് ഉണ്ടാകുന്നത്. കാരണം അഗ്നിയാണ് ദ്രവ്യമായി, ഊർജമാണ് ദ്രവ്യമായിട്ട് മാറിയത്. E=mc². അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സാധനത്തെ വേറൊന്നാക്കണ്ടെങ്കിൽ അഗ്നി ഉപയോഗിക്കണം. ഉദാഹരണമായിട്ട് അരിയെ ചോറാക്കണം എന്ന് വെച്ചോളൂ, അഗ്നി ഉപയോഗിച്ചാലേ പറ്റൂ. അഗ്നിയാണ് എല്ലാത്തിനെയും മറ്റേതാക്കി പുതിയ വസ്തുക്കളാക്കി മാറ്റുന്നത്. ഏത് വസ്തു ഉണ്ടാകുമ്പോൾ അവിടെ അഗ്നി വരുന്നുണ്ട്. അതുകൊണ്ട് അഗ്നിക്ക് അതിനെപ്പറ്റി എല്ലാം അറിയാം. ലോകത്തിൽ പ്രപഞ്ചം ഉണ്ടാകുന്നതിൻ്റെ പിന്നിലെല്ലാം അഗ്നി ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തിലുള്ള എല്ലാ ശാസ്ത്ര തത്വങ്ങളും അഗ്നിക്കറിയാം. അപ്പം എല്ലാ ജീവജാലങ്ങളുടെയും പറ്റിയും അതിനറിയാം. എല്ലാ ഗോസമ്പത്തുകളും നൽകുന്നത് അവയാണ്. ഗോക്കൾ എന്ന് പറയുമ്പോൾ വേദത്തിലെ ഇലക്ട്രോണുകളാണ്. എല്ലാ ഇലക്ട്രോണുകളും ഉണ്ടാകുന്നത് അത് വൈദ്യുതിയാണ്. വൈദ്യുതി എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ പ്രവാഹമാണ്. ഇടിമിന്നലും വൈദ്യുതിയാണ്. ഒന്നിന്ന് മറ്റൊന്നിലേക്ക് ചാടുമ്പോഴാണ് അത് ഉണ്ടാകുന്നത്. ആ ഇലക്ട്രോണും കമ്പിയിലോട്ട് പോകുമ്പോഴാണ് വൈദ്യുതി എന്ന് പറയുന്നത്. അതെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ അഗ്നിയാണ്. നമ്മളെ യശസ്വികളാക്കണേ, അതിലൂടെ നമ്മളെ യശസ്വികളാക്കണേ എന്ന് പറയുകയാണ്. നമ്മുടെ എല്ലാ പുരോഗതിക്കെല്ലാം പിന്നിൽ അഗ്നിയാണുള്ളത്. ഇനി 5 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 79 5 സ ഈഥാനോ വസുഷ് കവിരഗ്നീർ ഈളേന്യോ ഗിരാ രേവതസ്മഭ്യം പൂർവണീക ദീദിഹി. പ്രകാശവാനും ധനേശ്വരനും ജ്ഞാനിയുമായ അഗ്നി ഉത്തമ വാണികളോടുകൂടിയ സ്തുതികളെ പ്രാപിക്കുന്നു. അവൻ ധനയുക്തനായി പ്രദീപ്തൻ ആകുന്നു. അഗ്നി പ്രകാശവാനാണ്.
അത് നമുക്കറിയാലോ, പ്രകാശം, ലൈറ്റ് എനർജി. ധനത്തിൻ്റെ ഈശ്വരനാണ്. എല്ലാ ധനവും നൽകുന്നത് ആരാണ്? അഗ്നിയാണ്. ധനം കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ അധ്വാനിക്കുമ്പോൾ അത് ധനമായി. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാങ്ങ മാവുമ്പിൽ ഉണ്ടാകുന്നത് തന്നെ അഗ്നിയിലൂട്ടിയാണ്. വെറുതെ നമ്മളൊന്നും ചെയ്യുന്നില്ല, മാങ്ങയൊന്നും ഉണ്ടാകുകയാണെന്ന് വെച്ചോളൂ. എങ്കിലും സൂര്യൻ്റെ വെളിച്ചം ഇലയിൽ വീഴുന്നു, ഇല അത് ഫുഡാക്കി മാറ്റുന്നു, ആ ഫുഡിൽ നിന്നാണ് മാങ്ങ ഉണ്ടാകുന്നത്. അപ്പം എല്ലാം അഗ്നിയാണ്. നമ്മൾ തന്നെ ധനം ഉണ്ടാക്കണമെങ്കിൽ ചോറുണ്ടാക്കി അരിയെടുത്ത് ചോറാക്കി മാറ്റി അഗ്നിയുടെ സഹായത്താൽ അത് പാക്ക് ചെയ്തിട്ട് വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈനിൽ വിൽക്കാം അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ധനം നേടുന്നത്, വിറ്റിട്ട്. അപ്പോൾ ഒരു സാധനത്തെ വേറമാക്കി വില കൂട്ടി, അപ്പം വില കൂട്ടിയിട്ട് നമുക്ക് വിറ്റിട്ട് ലാഭം കിട്ടും. അപ്പം ധനത്തിൻ്റെ ഐശ്വര്യനാണ്, ജ്ഞാനിയുമാണ്. എല്ലാ ജ്ഞാനും അറിയുന്ന, കാരണം അഗ്നിയുടെ സഹായത്താലാണ് എല്ലാ വസ്തുക്കളും, പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നത്. അതിൻ്റെ പിന്നിലെല്ലാം ഉള്ള ജ്ഞാനത്തെ പറ്റി അഗ്നിക്കറിയാം. അഗ്നിയാണ് അതിനെ പുതിയ വസ്തുവാക്കി മാറ്റുന്നത്. അതിനെ നമ്മൾ നല്ല വാണികളിലൂടെ, വാണികൾ അല്ലെങ്കിൽ സ്തുതികളിലൂടെ പ്രാപിക്കുന്നു. നമ്മൾ അഗ്നിയെ എങ്ങനെയാണ് പ്രാപിക്കുന്നത്? നല്ല നല്ല വാണികളിലൂടെ അല്ലെങ്കിൽ സ്തുതികളിലൂടെ. സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, സയൻസിൻ്റെ അടിസ്ഥാനം. വേദത്തിൽ എന്താണുള്ളത്? മന്ത്രങ്ങളിൽ സയൻസ് ആണുള്ളത്. അല്ലെങ്കിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, വേദമന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പലതരത്തിലുള്ള അഗ്നി ഉണ്ടാക്കാം. വെളിച്ചമുണ്ടാക്കാം, വെളിച്ചത്തിൽ തന്നെ പച്ച അങ്ങനെ പല ബൾബുകൾ ഉണ്ടാക്കാം. ചൂട്, ഓവനിലെല്ലാം ചൂടുണ്ടാക്കുന്നുണ്ട്. റോക്കറ്റ് വിടണ്ടിക്കൽ അവിടെയെല്ലാം നമ്മൾ അഗ്നി, പല രൂപത്തിലുള്ള അഗ്നികളാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, വേറെ തരം, ഇങ്ങനെയെല്ലാം പല രൂപത്തിലുള്ള അഗ്നികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പുതിയ പുതിയ ശാസ്ത്ര തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് അത് ബഹുകർമാവാണ്. പല കർമ്മങ്ങൾ ചെയ്യാൻ അതിന് കഴിയും. എന്തെല്ലാം നമ്മൾ ചെയ്യുന്നത് അഗ്നി ഉപയോഗിച്ച്, ഊർജം ഉപയോഗിച്ചുകൊണ്ട്. വീട്ടിൽ തന്നെ എന്തെല്ലാം ഉണ്ടാക്കുന്നത്? ദോശ, ഇഡ്ഡലി, പുട്ട്, എന്തെല്ലാം തരം സാധനങ്ങളാണ്, പായസം. ഇപ്പം ഫാക്ടറികളിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം ബഹുകർമാവാണ്, ധനയുക്തനാണ്. അതിലൂടെ നമുക്ക് ധനമാണ് നേടുന്നത്. ഫാക്ടറികളിലെല്ലാം ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ ധനം തന്നെയാണ് നേടുന്നത്, പ്രദീപ്തമാനാണ്. ഇനി ആറാമത്തേത് ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 79-6. ക്ഷപോ രാജൻ ഉദത്നാഗ്നേ വസ്തോർ ഉദോഷസ സതിഗ്മജംഭാരഷസോ ദഹപ്രതി. തീഷ്ണമായ ജ്വാലയോടുകൂടിയ അഗ്നി സ്വയം പ്രകാശിതനായി രാത്രിയിലും പകലും ഉഷകാലത്തും ദൈത്യന്മാരെ ഭസ്മീകരിക്കുന്നു. തീഷ്ണജ്വാലയോടുകൂടി അവനെ എന്ന് വിളിക്കുകയാണ്. നല്ല ജ്വാലയുള്ള സാധനമാണ് അഗ്നി. കത്തുന്ന അഗ്നി നല്ല ജ്വാലയുള്ളതാണ്. നീ സ്വയം പ്രകാശവാനായിട്ട് രാത്രിയിലും പകലിലും രാത്രിയിലും പ്രകാശവാനായിട്ട് ഉഷസ്സിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ദൈത്യന്മാരെ ഓടിക്കുന്നു. ദൈത്യന്മാരെന്ന് പറഞ്ഞാൽ ഇരുട്ടിനെയും ഇല്ലാതെ ആക്കുന്നു എന്ന് പറയാം. ഉദാഹരണമായിട്ട് പകല് സൂര്യ വെളിച്ചം അല്ലെങ്കിൽ ഉഷസ് എന്ത് ചെയ്യുന്നു? ഇരുട്ടിനെ അകറ്റുന്നു. രാത്രി നമുക്ക് ഇരുട്ടിനെ അകറ്റണ്ടെങ്കിൽ വേണ്ടിക്ക് ചന്ദ്രൻ്റെ വെളിച്ചം എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വിളക്കെല്ലാം കത്തിച്ച് ടോർച്ചെല്ലാം വെച്ചിട്ട് ആ ഇരുട്ടെന്ന ദൈത്യനെ ഓടിക്കാം. അതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? അഗ്നിനെ തന്നെയാണ്. അതായത് വെളിച്ച രൂപത്തിലുള്ള ഉപയോഗത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇനി 7 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 79-7. അവാനോ ആഗ്ന ഓദിഭിർ ഗായത്രസ്യ പ്രപർമ്മണി വിശ്വാസുധീഷു വന്ദ്യ. എല്ലാ കർമ്മങ്ങളിലും പൂജിക്കപ്പെടുന്ന അഗ്നി ഞങ്ങളുടെ സ്തോത്ര നിവേദനങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കുന്നു. എല്ലാ കർമ്മങ്ങളിലും അഗ്നിയെയാണ് പൂജിക്കുന്നത്. നമ്മൾ ഏത് കർമ്മം ചെയ്യണമെങ്കിലും അഗ്നിയെ ആശ്രയിക്കും. പൂജിക്കുക എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക. എന്ത് കർമ്മം ചെയ്യണമെങ്കിൽ ഊർജ്ജം ഉണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ. ഊർജ്ജം ഇല്ലാതെ ഒരു പരിപാടിയും നമുക്ക് നടക്കില്ല. ഊർജ്ജം പല രൂപത്തിലുണ്ട്. അതിനെല്ലാം ഉപയോഗിക്കുന്നത്
അല്ല ഊർജം ആവശ്യമേ പറ്റൂ. എന്തൊരു ജോലി ചെയ്യണമെങ്കിൽ സംസാരിക്കേണ്ടെങ്കിൽ പോലും നമ്മളെ ഭക്ഷണത്തിലുള്ള ഊർജം ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാ കർമ്മത്തിലും നമ്മൾ അഗ്നിയെ ആശ്രയിക്കണം. അതുകൊണ്ടാണ് അതിനെ പൂജിക്കുന്നത്. എല്ലാ കർമ്മത്തിലും അഗ്നിയാണ് പൂജിക്കുന്നത്. ഞങ്ങളുടെ സ്തോത്രങ്ങൾ നിവേദനങ്ങളാൽ നമ്മളെ രക്ഷിക്കൂ. സ്തോത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ് നമ്മളെ രക്ഷിക്കേണ്ടത്. സ്തോത്രങ്ങൾ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്രതത്വത്താൽ നീ നമ്മളെ രക്ഷിക്കണം. എങ്ങനെ രക്ഷിക്കണം? ഇപ്പം നമ്മൾ ചന്ദ്രനിലേക്ക് പോകണം. റോക്കറ്റിൻ്റെ മൂട്ടിൽ അഗ്നി വെച്ച് തീ കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഒരു ശാസ്ത്രതത്വമുണ്ട്. എന്താണ്? എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ ഉണ്ടാകുന്ന പുക താഴത്തോട്ടേക്ക് ശക്തിയിൽ തള്ളുമ്പോൾ റോക്കറ്റ് മുകളിലോട്ടേക്ക് പോകും. അതാണ് ശാസ്ത്രതത്വം. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്രതത്വത്താൽ നമ്മളെ രക്ഷിക്കണം. നമ്മൾ എന്ത് ചെയ്യും? പൊന്തിച്ചിട്ട് ചന്ദ്രനിൽ കൊണ്ടുപോവുകയും ചെയ്യും. അതേപോലെ തിരിച്ച് ചന്ദ്രനിൽ നിന്ന് താഴെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്രതത്വം ശരിയായില്ല എങ്കിൽ മൂട്ടിന് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചന്ദ്രനിലേക്ക് പോകുന്നതിന് പകരം അത് നേരെ അറബിക്കടലിൽ പോയി വീഴും. അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രതത്വത്താൽ നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്രതത്വത്താൽ നീ നമ്മളെ രക്ഷിക്കുക. ഇനി 8 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 79-8 ആനോ അഗ്നേരിയിംഭര സത്രാസാഹം വരേണ്യം വിശ്വാസോ പൃത്സു ദുഷ്ടരം. അഗ്നി ഞങ്ങൾക്കായി അന്യരാൽ അപഹരിക്കപ്പെടുവാൻ സാധ്യതയില്ലാത്ത ധനം ദാനം ചെയ്യുന്നു. അഗ്നിയോട് പറയുകയാണ്, അന്യരാൽ മോഷ്ടിക്കപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ധനം നീ നമുക്ക് നൽകുക. അതായത് ശാശ്വതമായ ധനം നമുക്ക് നൽകുക. യഥേഷ്ടം ധനം നൽകുക. എന്ത് ധനം കിട്ടണ്ടിക്കോ അധ്വാനിക്കണം. അധ്വാനിക്കണ്ടിക്ക് ഊർജം വേണം. അപ്പോൾ ഊർജം ഉപയോഗിച്ചിട്ട് നമ്മൾ അധ്വാനിച്ചിട്ട് പലതരം സാധനങ്ങൾ ഉണ്ടാക്കും. അത് ചിലപ്പം വിൽക്കും. എന്നിട്ട് നമുക്ക് ധനം നേടും. അപ്പോൾ അത് വളരെ ലളിതമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? അന്യന്മാർ അപഹരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള, അതായത് സ്ഥായിയായ ധനം നേടിത്തരാനുള്ള അവസരങ്ങൾ ഊർജത്തിലൂടെ അധ്വാനത്തിലൂടെ നമുക്ക് നേടാം. കുറുക്കു വഴിയിലൂടെ നേടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. ശാശ്വതമായി അധ്വാനിച്ച് നേടുന്ന ഫലം അത് നിലനിൽക്കും. ഇപ്പം ലോട്ടറി ടിക്കറ്റ് എടുക്കാനും ഒരു എനർജി വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ കൈ പൊന്തിച്ച് അയാളുടെ അടുത്ത് പൈസ കൊടുക്കുകയും വേണം. ലോട്ടറി ടിക്കറ്റ് വാങ്ങണം. എളുപ്പത്തിൽ പണം ഉണ്ടാക്കേണ്ട വഴി. അത് ശാശ്വതമായ പണമൊന്നുമില്ല. ആ വന്ന പണം എപ്പോഴും നഷ്ടപ്പെട്ടു പോകും. അതേസമയം നമ്മൾ അഗ്നി ഉപയോഗിച്ചിട്ട് അധ്വാനിച്ചിട്ട് കൃഷിയെല്ലാം ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വർഷാവർഷം അതിൻ്റെ ധാന്യം കിട്ടും. അതാണ് ശാശ്വതമായ ധനം. അതായത് അധ്വാനിച്ച് ചെയ്യണം. അല്ലെ ചുടു പരിപാടിയിൽ ചെയ്യുന്നതെല്ലാം അതിന് ഊർജം വേണം. പക്ഷേ അത് ശാശ്വതമൊന്നുമല്ല. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ മറ്റേ ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിച്ചിട്ടെല്ലാം പൈസ ഉണ്ടാക്കാനെല്ലാം വെച്ചാൽ ചുടൂലാണ്. വലിയ അധ്വാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് എനർജി മതി. പക്ഷെ അത് ശാശ്വതമല്ല. അപ്പോൾ അധ്വാനിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് നല്ല ഊർജം നമ്മൾ ചെലവിടണം. അത് അഗ്നി. അതുകൊണ്ട് അത്തരം അഗ്നിയോട് പറയുകയാണ്, അത്തരത്തിൽ നമ്മൾക്ക് സ്ഥായിയായ ധനം നേടിത്തരുക. ഇനി 9 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 79-9 ആനോ അഗ്നേ സുചേതുനാരയും വിശ്വായു പോഷസം മാർഡീകം ധേഹി ജീവസേ. അഗ്നി ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണ സുഖം നൽകുന്നവനാണ്. പൂർണ്ണായുസിനെ പോഷിപ്പിക്കുന്ന ധനം ഞങ്ങൾക്കായി നൽകുന്നു. ഇവിടെ അഗ്നിയോട് പറയുകയാണ്, ജീവിതത്തിൽ പൂർണ്ണ സുഖം നൽകുക. സുഖം നൽകണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ ഭക്ഷണം കഴിക്കണം. ഭക്ഷണത്തിലോട്ട് ഊർജ്ജം കിട്ടുന്നു. അപ്പം നമുക്ക് സുഖം കിട്ടും, ശരീരത്തിന് ഉന്മേഷം കിട്ടും. അത്തരത്തിലും പറയാം. അല്ലെങ്കിൽ നമുക്ക് അധ്വാനിച്ചിട്ട് നല്ല പണം എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അത് സുഖം നൽകുന്നതാണ്. അപ്പം നമുക്ക് പൂർണ്ണ സുഖം നൽകുന്ന തരത്തിലും പൂർണ്ണ ആയുസ്സിനെ പോഷിപ്പിക്കുന്ന, നമ്മുടെ ആയുസ്സിനെ പോഷിപ്പിക്കുന്ന ധനം ഞങ്ങൾക്ക് തരിക.
അപ്പോൾ ആയുസ്സിനെ പോഷിപ്പിക്കുന്ന തരത്തിലുള്ള ധനം, അതെന്താണ്? സ്ഥായിയായ ധനം. നമ്മൾ ആയുസ് ദീർഘമായി നിലനിൽക്കുന്ന ധനം, അത് അധ്വാനിച്ചാലാണ്. അധ്വാനിക്കുമ്പോൾ നമുക്ക് എന്തും പറ്റും? ശരീരവും നല്ല ആക്റ്റീവാകും, മനസ്സും ആക്റ്റീവായി. എല്ലാം ചുളു പരിപാടിയിൽ നടക്കുമ്പോൾ ശരീരത്തിനൊന്നും ഒരു ബലം ഉപയോഗിക്കുന്നില്ല, മനസ്സിനും വലിയ ബലം. ഈ വക്രബുദ്ധിയിൽ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക, അതൊന്നും ആയുസ് ദീർഘിച്ച് തരില്ല. ആയുസ് ദീർഘിച്ചിട്ടുണ്ടെങ്കിൽ അധ്വാനിച്ചിട്ട് മനസ്സും ശരീരവും എല്ലാം ശരിയൊക്കെ ആക്റ്റീവായി ഉപയോഗിച്ചുകൊണ്ട് അധ്വാനിക്കുമ്പോൾ ധനം കിട്ടും. അത് ദീർഘായുസ്സും നൽകും, നല്ല സ്ഥായിയായ സുഖവും നമുക്ക് നൽകും. ഇനി 10 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 79-10. പ്രപൂത തിക്മ ശോഷിഷേ വാചോ ഗോതമ അഗ്നയേ പരസ്വ സുന്നയുർഗിരാ. സുഖേച്ഛയോടുകൂടി അതിതീഷ്ണമായ ജ്വാലായുക്തമായ അഗ്നിയെ ഗൗതമൻ പവിത്ര വചനങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നു. ഇവിടെ ഹേ ഗൗതമ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എഴുതുന്ന ഋഷിയോട് തന്നെ പറയുകയാണ്, സ്വന്തം ഇച്ഛയോടുകൂടി സുഖമിച്ഛിച്ചുകൊണ്ട് അതിതീഷ്ണമായ ജ്വാലയുള്ള അഗ്നിയെ നല്ല വചനങ്ങളാൽ സ്തുതിക്കുക. അതായത് നമുക്ക് കർമ്മം ചെയ്യേണ്ടെങ്കിൽ എന്ത് വേണം? നല്ല അഗ്നി, ജ്വലിക്കുന്ന അഗ്നി വേണം, ഊർജം വേണം, യഥേഷ്ടം ഊർജം വേണം. കർമ്മം ചെയ്യേണ്ടിക്ക് യഥേഷ്ടം ഊർജം വേണം. എന്ത് കർമ്മം ചെയ്യാൻ അതിൻ്റെതായ ഊർജം വേണമല്ലോ. ഇപ്പം ചോറ് വെക്കണ്ടിക്ക് തന്നെ ആവശ്യത്തിനുള്ള വിറക് വേണം. കുറച്ച് വെന്ത് കഴിയുമ്പോൾ വിറക് തീർന്നു പോയാൽ എന്ത് ചെയ്യും? അപ്പം യഥേഷ്ടം നമ്മളെ കർമ്മം ചെയ്യാനുള്ള യഥേഷ്ടം കർമ്മം പൂർത്തീകരിക്കുവാനുള്ള ജ്വാലയോടുകൂടിയ അഗ്നിയും എന്തിന്? നമ്മുടെ സുഖമിച്ഛിച്ചുകൊണ്ട് നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ അതിനെന്തും കൂടിയും വേണം? പവിത്ര വചനങ്ങളും വേണം. വചനങ്ങളോടെ സ്തുതിക്കണം. നമ്മൾ ഏത് കർമ്മങ്ങളും സ്തുതിവചനങ്ങളാൽ, വേദമന്ത്രങ്ങളാൽ, ശാസ്ത്രതത്വങ്ങളാൽ, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞം ചെയ്യുക. ആവശ്യത്തിന് ഊർജവും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യജ്ഞം ചെയ്താൽ സുഖം നേടാം. നമ്മുടെ ആഗ്രഹിക്കുന്ന സുഖം നേടാമെന്ന് ഗൗതമ എന്ന് പറഞ്ഞ ഈ ഗൗതമനാണ് ഇത് എഴുതിയിരിക്കുന്നത്. സ്വയം പറയുകയാണ്. നമ്മളെ സുഖമായിട്ട് കാര്യങ്ങളിൽ ലക്ഷ്യത്തിലെത്തേണ്ടെങ്കിൽ യഥേഷ്ടം അതിന് വേണ്ട ഊർജവും വേണം, അതിന് വേണ്ട ശാസ്ത്രതത്വങ്ങളും വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യജ്ഞം ചെയ്യണം. ഇനി 11 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 79-11. യോ നോ അഗ്നേ അഭിദാസത്യന്തി ദൂരേ പതിഷ്ഠ സഹ അസ്മാഹം ഇദ്ബൃതേ ഭവ. അഗ്നി അടുത്തോ അകലെയോ ഉള്ള ആരെങ്കിലും ഞങ്ങളെ വശീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ നിലം പതിപ്പിക്കുന്നു, ഞങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്നു. അഗ്നിയോട് പറയുകയാണ്, അടുത്തും അകലെയുമുള്ള എല്ലാ ശത്രുക്കളെയും നീ നമ്മളെ നശിപ്പിക്കുവാൻ അല്ലെ നമ്മളെ വശീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെയെല്ലാം നീ നിലം പരിശാക്കൂ എന്ന് പറയുകയാണ്. അതായത് നമ്മൾ സ്വതന്ത്രമായി നിൽക്കണ്ടിക്കൽ നമ്മൾ അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ അതാണ് സ്വതന്ത്രമായി നമുക്ക് നിൽക്കുക. അതിന് അധ്വാനിക്കുക, അതിന് അഗ്നിയുടെ സഹായം ആവശ്യമുണ്ട്, ഊർജവും ആവശ്യമുണ്ട്. അങ്ങനെ യജ്ഞം ചെയ്യുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ അടുത്തുള്ള ശത്രുക്കളെയെല്ലാം ഇല്ലാതാക്കണം. നമ്മൾ അടുത്ത് നമുക്കെതിരായിട്ട് നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നവരെയെല്ലാം ഇല്ലാതാക്കണം. അതെന്ന് പറഞ്ഞാൽ ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിനെന്തുണ്ട്? എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ റിയാക്ഷനെ മറികടന്നുകൊണ്ടാണ് നമ്മൾ യജ്ഞം പൂർത്തീകരിക്കേണ്ടത്. അപ്പോൾ അടുത്തുള്ള ശത്രുക്കൾ അതെല്ലാണ്. ദൂരെയുള്ള ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിദേശങ്ങളിൽ ആയിട്ട് ബന്ധപ്പെട്ട ശത്രുക്കളാണെങ്കിൽ അഗ്നി ഉപയോഗിച്ച് തന്നെയാണ് അവയെ നിലം പരിശാക്കേണ്ടത്. എന്തുകൊണ്ട്? ആയുധങ്ങളിലോ റോക്കറ്റോ മിസൈലോ എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്കവരെ എതിർക്കാം. അപ്പോൾ അടുത്തുള്ള ശത്രുവായാലും ദൂരെയുള്ള ശത്രുവായാലും എല്ലാവരും നമ്മളെ സ്വാധീനിക്കാൻ, നമുക്കെതിരായിട്ട് നമ്മളെ സ്വാധീനിക്കാൻ വരികയാണെങ്കിൽ
നമ്മളെ രക്ഷിക്കാൻ എന്തേ ഉള്ളൂ? അഗ്നിയേ ഉള്ളൂ. ഊർജത്തിൻ്റെ സഹായത്താൽ അധ്വാനിച്ചിട്ട് നമ്മുടെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യണം. അതിനുള്ള ആധുനിക ഉപകരണങ്ങളും അഗ്നിയിലൂടെ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളും എല്ലാം നമുക്ക് വേണം. അവിടെയെല്ലാം നമ്മളെ രക്ഷകരായിട്ട് വരുന്നത് അഗ്നി തന്നെയാണ്. അതിലൂടെ നീ ഞങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുക. അങ്ങനെയാണ് നമ്മൾ പുരോഗമിച്ച് രാജ്യം തന്നെ പുരോഗമിച്ച് മുന്നോട്ടേക്ക് പോകുന്നത്. ഇനി 12 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 79-12. സഹസ്രാക്ഷോ വിചർഷിണി അഗ്നേ രക്ഷാംസി സേധതി ഹോതാഗൃണീത ഉക്ത്യ. സഹസ്രാക്ഷനായ അഗ്നി യശസ്വിയായ ഹോതാവും വിശേഷ ദൃഷ്ടിയോടുകൂടിയവനും രാക്ഷസന്മാരെ അകറ്റുന്നവനുമാണ്. ഞങ്ങൾ അഗ്നിയെ പൂജിക്കുന്നു. ഇവിടെ അക്ഷങ്ങളുള്ള അഗ്നി, ആയിരക്കണക്കിന് അക്ഷം എന്ന് പറയുമ്പോൾ അത്രയും പ്രപഞ്ചത്തിലെ എല്ലാ യജ്ഞങ്ങളെയും നോക്കിക്കാണുന്ന വ്യക്തിയാണ് അഗ്നി. എല്ലായിട്ടും അഗ്നി തന്നെയാണ് പങ്കെടുക്കുന്നത്. ഇപ്പം നമ്മളിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ ഇവിടെ എന്തുണ്ട്? അഗ്നിയുണ്ട്, ഊർജമുണ്ട്. കൈ അനക്കുമ്പോൾ ഇവിടെയുണ്ട്, അടുത്തവൻ കൈ അനക്കുമ്പോൾ അവിടെയുണ്ട്, ഞാൻ ചോറ് വെക്കുമ്പോൾ അവിടെയുണ്ട്, അമേരിക്കയിൽ ആരൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവിടെയുണ്ട്. അപ്പം സഹസ്രാക്ഷങ്ങളുള്ള പല രൂപത്തിലാണ് എല്ലാവരും കർമ്മങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള അഗ്നിയോട് പറയുകയാണ്, നീ യശസ്വിയാണ്. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, യശസ്വി തന്നെയാണ്, ഹോതാവുമാണ്. എല്ലാ യജ്ഞങ്ങളെയും പൂർത്തീകരിക്കുന്ന അഗ്നി തന്നെയാണ്. നമ്മൾ ചോറ് വെക്കാൻ നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നേ ഉള്ളൂ. അതിനെ അരിനെ ചോറാക്കി മാറ്റുന്നത് അഗ്നിയാണ്. അപ്പം എല്ലാത്തിൻ്റെയും ഹോതാവും എല്ലാം അഗ്നി തന്നെയാണ്. വിശേഷ ദൃഷ്ടിയുണ്ട്. എല്ലാ കാര്യങ്ങളെയും നോക്കിയിട്ട് അതിനനുസരിച്ച് അതിനെ മാറ്റിയെടുക്കാനുള്ള കഴിവ് അഗ്നിക്കുണ്ട്. ആ അരിൻ്റെ അകത്തുള്ള ഘടനയെ മനസ്സിലാക്കിയിട്ട് അഗ്നി എന്ത് ചെയ്യും? അതിൻ്റെ അകത്ത് പോയിട്ട് അതിനെയെല്ലാം പൊട്ടിച്ചിട്ട് പദമുള്ള സ്ട്രക്ചറുള്ള ചോറാക്കി മാറ്റും. അപ്പം എല്ലാത്തിനെയും ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അഗ്നിക്കുണ്ട്. രാക്ഷസന്മാരെ ഇല്ലാതാക്കും. രാക്ഷസന്മാരെന്ന് പറഞ്ഞപ്പോൾ അരിയെ ചോറാക്കാൻ പോക്കുമ്പോൾ അവിടെ എന്തുണ്ട്? എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. രജോ ഗുണമുള്ളപ്പോൾ അതിനൊരു തമോ ഗുണമുണ്ട്. അതിനെ പിന്തിരിപ്പിക്കാൻ, എതിർക്കാൻ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ എല്ലാം ഇല്ലാതാക്കിയിട്ടാണ് അരിയെ നല്ല പദമുള്ള ചോറാക്കിയിട്ട് മാറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിന്നെ ഞങ്ങൾ എന്തിന് സ്തുതിക്കുന്നു? കാരണം ഇത്തരം പ്രതിബന്ധങ്ങളെയെല്ലാം മാറ്റിയിട്ട് യജ്ഞത്തിലൂടെ നമ്മൾ ഉദ്ദേശിച്ച വസ്തുവാക്കി മാറ്റിത്തരുന്ന നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. അതായത് ഏത് യജ്ഞം ചെയ്യുമ്പോഴും അഗ്നിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ആഗ്രഹത്തിനനുസരിച്ച് സാധിപ്പിച്ചു തരുന്നത്. പക്ഷേ എന്ത് വേണം? അതിനനുസരിച്ച് ശാസ്ത്രീയമായി നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം.